എണ്ണ വ്യാപാര രംഗത്ത് ഇറാൻ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. MOU സൈൻ ചെയ്ത് എണ്ണ ഉൽപാദനത്തിനും വിതരണത്തിനും ഏർപ്പെടുത്തിയ സാങ്ഷൻ പിൻവലിച്ചുകൊണ്ട് ഓഗസ്റ്റ് വരെ 60 ദിവസത്തേക്ക് ഈ എല്ലാ ബ്ലോക്കേജുകളും നീക്കിയതോടെ ഇറാൻ എക്സ്പോർട്ടിംഗ് രംഗത്ത് എണ്ണ ഉൽപാദനത്തിലും വിതരണത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇറാൻ 50 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാരിടൈം ഇൻ്റലിജൻസ് ഫേമായ ടാങ്കർ ട്രാക്കറാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ടെലിവിഷൻ അഭിമുഖത്തിൽ ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും തങ്ങൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 50 മില്യൺ ക്രൂഡ് ഓയിൽ കയറ്റി അയച്ചു എന്ന് അവകാശപ്പെടുകയുണ്ടായി. പ്രസ്താവന ശരിവെക്കുന്നതാണ് ടാങ്കർ ട്രാക്കറിൻ്റെ പുതിയ കണക്ക്. MOU സൈൻ ചെയ്ത ശേഷം ഏതാണ്ട് പെർ ഡേ 1.66 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇറാൻ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ടാങ്കർ ട്രാക്കറിൻ്റെ നിഗമനം. ഓഗസ്റ്റ് 2021 വരെ ഇറാൻ്റെ സാങ്ഷൻ അമേരിക്ക നീക്കുകയുണ്ടായി. MOU സൈൻ ചെയ്ത ശേഷം വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഇറാൻ ഓയിൽ വിപണന രംഗത്ത് ഉണ്ടാക്കിയത്. ഓയിൽ എക്സ്പോർട്ടിങ്ങിൽ പേർഷ്യൻ ഗൾഫിലെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായി ഇറാൻ മാറാൻ പോവുകയാണ്. ഹോർമോസിൻ്റെ കാര്യത്തിൽ ഇറാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുമെന്നും മറ്റൊരു രാജ്യത്തിൻ്റെയും ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാവുകയില്ലെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഗോള മാർക്കറ്റിലേക്ക് ഇറാൻ കൂടി കടന്നു വരികയാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് എല്ലാ വിലക്കുകളും എല്ലാ ഉപരോധങ്ങളും മറികടന്നുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് ആഗോള ഓയിൽ മാർക്കറ്റിലേക്ക്, ആഗോള എണ്ണ വ്യാപാരത്തിലേക്ക് ഇറാൻ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുന്ന സൂചനകളാണ് ഇപ്പോഴുള്ള ഈ വലിയ തോതിലുള്ള വിതരണം സൂചിപ്പിക്കുന്നത്. ടാങ്കർ ട്രാക്കറിൻ്റെ കണക്കനുസരിച്ച് തന്നെ 50 മില്യൺ ബാരൽ ഓയിൽ സപ്ലൈ ചെയ്യുക എന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും അധികം ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യാൻ കഴിയുക എന്നത് വളരെ ചരിത്ര നേട്ടമാണെന്ന് ടാങ്കർ ട്രാക്കർ അഭിപ്രായപ്പെടുന്നു. അന്തിമ കരാറിന് രൂപരേഖ ഉണ്ടായാൽ അത് നടപ്പാവാൻ പോവുകയാണെങ്കിൽ എണ്ണ വ്യാപാര രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഇറാൻ വലിയ ശക്തിയായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.